ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് വടകര പോലീസിന്റെ FIR. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്? സ്മിത, ഏറ്റവും ഒടുവിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത KS ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പോലീസിന് മുന്നിൽ എത്തിയിരുന്നു. DGPക്ക് ഉൾപ്പെടെ DYFI പരാതി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വടകര റൂറൽ SPക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് നിലവിൽ അല്പസമയം മുൻപ് വടകര പോലീസ് KS ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത്. IPC 153, 509 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസ് ഹരിഹരനെതിരെ, RMP നേതാവ് ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ FIR-ൽ പറയുന്നത് ഇപ്രകാരമാണ്. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് UDF നടത്തിയ പൊതുയോഗത്തിൽ RMP നേതാവ് KS ഹരിഹരൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുക വഴി സ്ഥലത്ത് ചേരിതിരിവുണ്ടാക്കി സമൂഹത്തിൽ പരസ്പരം ലഹളയുണ്ടാക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് ഈ FIR-ൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ KS ഹരിഹരന്റെ ഈ വിവാദ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം LDFന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ഉം LDF-ഉം നടന്ന ഈ വാക്പോരാട്ടത്തിന്റെ ഈ പ്രത്യാരോപണങ്ങളുടെ ഭാഗമെന്നോണമാണ്, അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ പൊതുയോഗത്തിൽ വെച്ച് ഈ KS ഹരിഹരൻ ഇത്തരത്തിലൊരു പരാമർശം, KK ശൈലജയ്ക്കെതിരായ ഒരു പരാമർശം നടത്തിയത്, സ്ത്രീവിരുദ്ധ പരാമർശം എന്ന് വലിയ രീതിയിൽ അതിനെതിരെ LDFന്റെ വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ നിരവധി പരാതികൾ പോലീസിന് മുന്നിലെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വടകര പോലീസ് KS ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്മിത, അഭിജിത്ത്, ഇപ്പോൾ ഈ KS ഹരിഹരന് അത്തരത്തിലൊരു പരാമർശം നടത്തുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അതിനെതിരെ തന്നെ അത് ഒപ്പം നിന്നില്ല. RMP നേതാവ് KK രമ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പരാമർശം അത് നടത്തരുതായിരുന്നു എന്ന് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇന്ന് വൈകിട്ട് തൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി എന്ന പരാതി KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതിലും വീണ്ടും ആരോപണവും പ്രത്യാരോപണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ നിൽക്കുമ്പോഴാണല്ലോ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത്തരത്തിൽ RMPയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമോ മറ്റോ നമുക്ക് ലഭിച്ചിരുന്നോ? സ്മിത, ഈ ഘട്ടത്തിൽ RMPയുടേതായ ഒരു പ്രതികരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിട്ടില്ല. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് KS ഹരിഹരന്റെ തേഞ്ഞിപ്പലത്തുള്ള വീടിന് നേരെ ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത്. അതിനു പിന്നാലെ CPIM ആണ് ഇതിന് പുറകിൽ എന്നുള്ള ഒരു ആരോപണം കൂടി KS ഹരിഹരൻ ഉന്നയിച്ചിരുന്നു. ഈ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ RMPയും UDF-ലെ എല്ലാവരും തന്നെ KS ഹരിഹരനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KK രമ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ KS ഹരിഹരൻ നടത്തിയ പരാമർശം അത് അനുചിതമാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും KS ഹരിഹരനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഈ ഒരു വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് ഒറ്റപ്പെടുന്ന രീതിയിലായിരുന്നു KS ഹരിഹരൻ. കൂടാതെ LDFന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വന്നിരുന്നു. അതായത് നേരത്തെ UDF നടത്തിയ നീക്കങ്ങളുടെ, സോഷ്യൽ മീഡിയ വഴി LDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ നീക്കങ്ങളുടെ പ്രചാരണങ്ങളുടെ തുടർച്ചയാണ് KS ഹരിഹരൻ നടത്തിയ പ്രസംഗം, വിവാദ പ്രസ്താവന എന്നുള്ളതായിരുന്നു LDFന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിൽ തന്നെ UDF ഒന്നാകെ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ KS ഹരിഹരൻ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മാപ്പ് പറഞ്ഞ് ഞങ്ങളോട് പരിചയം മാപ്പ് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ്. മറ്റുള്ളവർക്കൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കെതിരെ കേസെടുത്തോന്നും എനിക്കറിയില്ല. മണിയും വിജയരാഘവനൊക്കെ കേസിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേസിനെ നിയമപരമായിട്ട് നേരിടും. അല്ല, പരാമർശത്തെ തള്ളി പറയുന്നത് അതിൽ രാഷ്ട്രീയമായിട്ട് പിഴവുള്ളതുകൊണ്ടാണ്. ഞാൻ തന്നെ തള്ളിക്കളഞ്ഞ പരാമർശമാണ്, പാർട്ടി മാത്രമല്ല. അത് രാഷ്ട്രീയമായി പിഴവുള്ളൊരു സംഗതിയാണ്. ആ പരാമർശം ശരിയല്ല, അതുകൊണ്ട് തള്ളിക്കളയുന്നതാണ്. അതുകൊണ്ട് പരാമർശം തള്ളിക്കളയുന്നതുകൊണ്ട് പാർട്ടി എന്നെ തള്ളിക്കളയുന്നതെന്ന് അർത്ഥമില്ല. പാർട്ടി എനിക്കൊപ്പമുണ്ട്.
സ്ത്രീത്വത്തെ അപമാനിച്ച് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ KS ഹരിഹരനെതിരെ കേസെടുത്തിരിക്കുന്നു. തന്റെ പരാമർശം അതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു തെറ്റായിരുന്നു. താനും ആ പരാമർശത്തെ തള്ളി. അതുപോലെ തന്നെയാണ് RMP തള്ളിയത്. പക്ഷേ പാർട്ടി തന്നെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും ഇപ്പോൾ ഈ പരാതി കേസെടുത്തു എന്നുള്ള വാർത്ത വന്നതിനു പിന്നാലെ KS ഹരിഹരന്റെ പ്രതികരണവും എത്തിയിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.